അക്വസ്റ്റിക്കിലെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്വസ്റ്റിക് ഓഫ് എ ബിൽഡിംഗ്. നമുക്കറിയാം സൗണ്ട് എനർജി ഒരു സർഫസിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് അബ്സോർബ് ചെയ്യുന്നു, ദെൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാം ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഒപ്റ്റിമം കണ്ടീഷൻസ് വേണം, ഒപ്റ്റിമം അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് വേണം, ബെറ്റർ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അക്വസ്റ്റിക് ഓഫ് എ ബിൽഡിംഗ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് റെവർബറേഷൻ നമ്മൾ പറയുന്നത് നമ്മളൊരു സൗണ്ട് കേട്ടിട്ട് 0.1 സെക്കൻഡിന് മുന്നേ ആണെങ്കിൽ റീച്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളതാണ് റിവർബറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം, ഒരു ഹാള്, അപ്പോൾ അതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അഡിക്വേറ്റ് റിവർബറേഷൻ എൻഹാൻസ് ദ സൗണ്ട് ക്വാളിറ്റി. ഒരു റിവർബറേഷൻ എന്ന് പറയുന്നത് ഒരു അഡിക്വേറ്റ് ലെവലിലായിരിക്കണം, കൂടുതൽ കൂടാൻ പാടില്ല റിവർബറേഷൻ, അത് സൗണ്ട് ക്വാളിറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് റിവർബറേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് വി ക്യാൻ ഓപ്പൺ വിൻഡോസ് ആൻഡ് കർട്ടൻസ് ഓഫ് ദ റൂംസ്, അല്ലെങ്കിൽ ഓഡിറ്റോറിയം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാള്, ഇതിൻ്റെയൊക്കെ വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാം, അത് റിവർബറേഷൻ കുറയും. വി ക്യാൻ യൂസ് കാർപ്പറ്റുകൾ യൂസ് ചെയ്യാം, അത് റിവർബറേഷൻ നോർമൽ കണ്ടീഷനിൽ ഒപ്റ്റിമം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ്. അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ് നേരത്തെ പറഞ്ഞു, എന്താണ് സൗണ്ട് എനർജി അബ്സോർബ്ഡ് പെർ ടോട്ടൽ സൗണ്ട് എനർജി ഇൻസിഡൻറ്റ്, അതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഒരു ഓപ്പൺ വിൻഡോ ആണെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. കർട്ടൻസ്, സ്റ്റേജ് കർട്ടൻസ്, അതിൻ്റെ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻറ്റ് ആൽഫ 0.2 ആണ്. കാർപ്പറ്റ്സിൻ്റെ 0.4 ആണ്. അതാണ് അബ്സോർപ്ഷൻ കോയിഫിഷ്യൻസ്. ആ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ ലൗഡ്നെസ് ആണ്. അപ്പോൾ ഒരു റൂം എടുത്താൽ നമുക്കതിൽ ലൗഡ്നെസ്, സൗണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി ആണ്. സ്പീക്കർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലൗഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ സീലിംഗ് ഹൈറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൗഡ്നെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഒരു ഹാളിൻ്റെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഫാക്ടർ, ലൗഡ്നെസ്. മൂന്നാമത്തെ ഫാക്ടറാണ് എക്കോ. എക്കോ എന്താണെന്ന് നോക്കി. എക്കോയും റിവർബറേഷൻ തമ്മിൽ ഡിഫറൻസ് പറഞ്ഞു. ആഫ്റ്റർ 0.1 സെക്കൻഡാണ് ഡിലേ ആയിട്ട് റീച്ച് ചെയ്യുന്ന സൗണ്ടാണ് എക്കോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്കോ അധികം കൂടാൻ പാടില്ല ഒരു ഹാളിൻ്റെ. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ സിനിമാ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എക്കോ അധികം കൂടാൻ പാടില്ല. ഈ എക്കോ എന്ന് പറയുന്നത് എപ്പോഴും ബാക്ക് സൈഡിൽ നിന്നായിരിക്കും വരിക, ഒരു റൂമിൻ്റെ ആയാലും ഒരു ഹാളിൻ്റെ ആയാലും അല്ലെങ്കിൽ ഒരു തിയേറ്ററിൻ്റെ ആയാലും. അപ്പോൾ നമുക്ക് എക്കോ റെഡ്യൂസ് ചെയ്യാനായിട്ട് തിക്ക് മെറ്റീരിയൽ ലൈക്ക് ഗ്ലാസ് വൂൾ ക്യാൻ ബി യൂസ്ഡ് ഇൻ ബാക്ക് സൈഡ് ഫോർ റെഡ്യൂസിങ് എക്കോസ്. അതായത് ഒരു തിയേറ്ററിൽ ഈ ഗ്ലാസ് വൂൾ, അത് ഫൈബ്രസ് മെറ്റീരിയലാണ്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എക്കോ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് ഗ്ലാസ് വൂൾ എന്ന് പറയുന്നത് 0.8 to 0.9 ആണ്. അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് ഉണ്ട്, അത് 0.03 ആണ്. ഇതുപോലുള്ള അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ എക്സാമിന് ചോദിക്കാം. ഇനി മൂന്നാമത്തെ ഫാക്ടർ നമ്മൾ പഠിച്ചു, എക്കോ. ഈ എക്കോയുമായി എഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഫാക്ടറാണ് നാലാമത്തെ, എക്ലിയോൺ എഫക്റ്റ് എന്ന് പറയും. എക്ലിയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഫിനോമിന വെയർ റെപ്പിറ്റേറ്റീവ് ഈവൻലി സ്പേസ്ഡ് സ്ട്രക്ചർ സച്ച് ആസ് സ്റ്റെയർ കേസ് റിഫ്ലക്റ്റ് സൗണ്ട് വേവ്സ് ആൻഡ് കോസ് എക്കോ. നമുക്കറിയാം സൗണ്ട് വേവ് ഒരു സർഫസിലൂടെ വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ റിഫ്ലക്ഷൻ കാരണം എക്കോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എക്ലിയോൺ എഫക്റ്റ്. അപ്പോൾ നമുക്കത് എക്ലിയോൺ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യണം. അതിന് നമുക്ക് സ്റ്റെയർ കേസുകളിൽ മാറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളൊരു തിയേറ്ററിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എക്കോ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലാസ് വൂളുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു കർവ്ഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും, ഒരു താഴ്ത്തിയായിരിക്കും സ്പീക്കറുകളൊക്കെ വെച്ചിരിക്കുക. അതുപോലെ തന്നെ സ്റ്റെയർ കേസൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൽ മാറ്റൊക്കെ ഉപയോഗിക്കും. അതൊക്കെ സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്. ഇനി അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫോക്കസിങ് ആണ്. എന്താണ് ഫോക്കസിങ് എന്ന് പറഞ്ഞാൽ, അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കർവ്ഡ് സർഫസ് അവോയ്ഡ് ചെയ്യണം, ഫോക്കസിങ് റെഡ്യൂസ് ചെയ്യാനായിട്ട്. ദെൻ ലാസ്റ്റ് ഫീച്ചർ ഈസ് നോയ്സ്. നോയ്സ് എന്ന് നമുക്കറിയാം ഇറഗുലർ ആണ്, നോൺ പീരിയോഡിക് ആണ് നോയ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഹാൾ അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്റർ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം, അപ്പോൾ അവിടെ എക്സ്റ്റേണൽ നോയ്സ് ഉണ്ടാവാം, നമുക്ക് ഇൻറ്റേർണൽ നോയ്സ് ഉണ്ടാവാം. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട്, നമ്മൾ എക്സ്റ്റേണൽ നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാർ പാർക്കിംഗ് ഒക്കെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ താഴേക്ക് മാറ്റാം. അത് എക്സ്റ്റേണൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാം.
അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് പ്രൂഫ് വിൻഡോസ് ആൻഡ് ഡോർസ് ഉപയോഗിക്കാം. പിന്നെ റൂമിൻ്റെ ഡിസൈൻ, ഇൻറ്റേർണൽ റൂമിൻ്റെ ഡിസൈനും സൗണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തും നമുക്ക് ഇൻറ്റേർണൽ നോയ്സ് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും ഫാക്ടേഴ്സാണ് അക്വസ്റ്റിക് ഓഫ് എ ബിൽഡിംഗ് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഒപ്റ്റിമം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മൊഡ്യൂളിലെ അക്വസ്റ്റിക്കിൻ്റെ ആദ്യത്തെ എല്ലാ ഭാഗവും പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക.